മന്ത്രിമാർക്കുള്ള ഔദ്യോഗിക വാഹനങ്ങളിൽ 13ാം നമ്പർ ആർക്കും വേണ്ട. കഴിഞ്ഞ സർക്കാരിൽ മന്ത്രി പി പ്രസാദ് ആയിരുന്നു 13ാം നമ്പർ കാർ ഉപയോഗിച്ചിരുന്നത്. അതേസമയം ഔദ്യോഗിക വസതിക്കായി പലരും അവകാശവാദം ഉന്നയിച്ചു കഴിഞ്ഞു. ഒരു വസതിക്ക് 3 മന്ത്രിമാർ വരെ അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. അറ്റകുറ്റപ്പണി നടക്കുന്നതിനാൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഔദ്യോഗിക വസതിയായി ക്ലിഫ് ഹൌസിലേക്ക് മാറുന്നത് ഒരാഴ്ച വൈകും. ജിബിൻ ജെ ബി വിശദാംശങ്ങളുമായി. ജിബിൻ, ഈ 13ാം നമ്പർ കാർ ആരുപയോഗിക്കും എന്നൊക്കെയുള്ളതിൽ ചില ചോദ്യങ്ങളൊക്കെ മുൻപ് ഉയർന്നു കേട്ടതാണ്. അത് ആർക്കും വേണ്ട എന്നാണോ ഇപ്പോൾ നമ്മൾ അറിയുന്നത്? ഒപ്പം എങ്ങനെയാണ് ഈ മന്ദിരങ്ങൾക്ക് വേണ്ടിയുള്ള ആവശ്യങ്ങൾ? സാധാരണഗതിയിൽ ഈ മന്ത്രിമാർക്ക് ഔദ്യോഗിക വാഹനവും നമ്പറും അനുവദിക്കുന്നത് ഈ 1ാം നമ്പർ, മുഖ്യമന്ത്രിയുടെ 1ാം നമ്പർ വാഹനം ഒഴിച്ച് മറ്റെല്ലാം അനുവദിക്കുന്നത് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റാണ്. അങ്ങനെയാണ് അതിൻ്റെ പതിവ്. പക്ഷേ പിന്നീട് ആർക്കെങ്കിലും ഒരു പ്രത്യേക നമ്പർ വേണമെന്നുള്ള ഒരു ആവശ്യം ഉന്നയിച്ചു കഴിഞ്ഞാൽ അത് പിന്നീട് ഏറ്റവും അവസാനമായി അത് അനുവദിക്കുക. അതും ടൂറിസം വകുപ്പിൻ്റെ തന്നെ തീരുമാനമാണ്. പക്ഷേ ഈ 13ാം നമ്പർ കാർ എന്ന് പറയുന്നത് ഒരു അശുഭ നമ്പറായിട്ടാണ് തിരഞ്ഞെടുക്കപ്പെട്ടു വരുന്ന മന്ത്രിമാർ സാധാരണഗതിയിൽ കണക്കാക്കിക്കൊണ്ടിരുന്നത്. ആദ്യമായി ഈ നമ്പർ ചോദിച്ചു വാങ്ങുന്നത് 2006 VSന്റെ മന്ത്രിസഭയിൽ MA ബേബിയാണ്. ആർക്കും വേണ്ടാതിരുന്ന ഈ 13ാം നമ്പർ ചോദിച്ചു വാങ്ങുകയും ചെയ്തത്. 5 വർഷക്കാലം അദ്ദേഹം ഉപയോഗിക്കുകയും ചെയ്തു. പിന്നീട് വന്ന UDF സർക്കാർ ആ നമ്പർ, UDF സർക്കാരിലെ മന്ത്രിമാരൊന്നും തന്നെ ആ നമ്പർ വാങ്ങിക്കുകയും ചെയ്തില്ല. തുടർന്ന് 2016 1ാം പിണറായി സർക്കാർ വന്ന സമയത്ത് സമയത്തും ഈ നമ്പർ ആരും തന്നെ ആദ്യം അവകാശവാദം ഉന്നയിച്ചിട്ടില്ല. തുടർന്നാണ് തോമസ് ഐസക് ആ നമ്പർ ചോദിച്ചു വാങ്ങി അദ്ദേഹം ഉപയോഗിക്കുകയും ചെയ്തത്. 2ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് പി പ്രസാദ് ആ നമ്പർ ഉപയോഗിക്കുകയും ചെയ്തു. പക്ഷേ ഇത്തവണ ഈ 13ാം നമ്പർ കാർ ആരും വേണ്ട എന്നുള്ള ഒരു നിലപാടാണ് എടുത്തിരിക്കുന്നത്. കാരണം അതൊരു അശുഭ സംഖ്യ ആയതുകൊണ്ട് ആർക്കും വേണ്ട എന്നാണ് UDFിൽ നിന്ന് വന്നിട്ടുള്ള മന്ത്രിമാരെല്ലാം തന്നെ അറിയിച്ചിരിക്കുന്നത്. പക്ഷേ ഇത്തവണ ഈ 15ാം നമ്പർ കാറിനായിരുന്നു ആവശ്യം. 15ാം നമ്പർ കാർ തനിക്ക് വേണമെന്ന ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിനോട് മന്ത്രി ഷിബു ബേബി ജോണാണ് ആവശ്യപ്പെടുക. അദ്ദേഹത്തിന് ഇപ്പോൾ ഈ 15ാം നമ്പർ കാർ അദ്ദേഹത്തിന് തന്നെ നൽകുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് അനുജ പറഞ്ഞ പോലെ തന്നെയാണ് ഈ ഔദ്യോഗിക വസതിയുമായി ബന്ധപ്പെട്ടുള്ളതാണ് ഒരു അനിശ്ചിതത്വം നിലനിൽക്കുന്നത്. കാരണം ഔദ്യോഗിക വസതികൾ ഒന്നും തന്നെ മോടി പിടിപ്പിക്കേണ്ട എന്ന ആദ്യം നിലപാടെടുത്തത് മുഖ്യമന്ത്രി തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ക്ലിഫ് ഹൗസിൽ ഉൾപ്പെടെ അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടി ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്, അതിനുവേണ്ടി ശുപാർശ കത്തൊക്കെ നൽകിയിട്ടുണ്ടെന്നുള്ളൊരു വിവരങ്ങളാണ് പുറത്തു വരികയും ചെയ്യുന്നത്. അതിൽ ഏറ്റവും എടുത്ത് പറയേണ്ടത് മുൻ മന്ത്രി ജിബിൻ, ഈ അത്യാവശ്യം വേണ്ട അറ്റകുറ്റപ്പണികൾ നടത്താം, അതല്ലാതെ മോടി പിടിപ്പിക്കലിലേക്ക് പോകണ്ട എന്നതല്ലേ തീരുമാനം? അത് തന്നെയാണ്. കാരണം മോടി പിടിപ്പിക്കലിലേക്ക് പോകേണ്ട അറ്റകുറ്റപ്പണികളാണ്. കാരണം 10 വർഷമായി ഓരോരുത്തർ മാറി ഉപയോഗിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ചെറിയ രീതിയിലുള്ള അറ്റകുറ്റപ്പണികളാണ് അന്ന് ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് ക്ലിഫ് ഹൗസിലൊക്കെ തന്നെ നമുക്കറിയാം, മുൻ മുഖ്യമന്ത്രി പലതവണയും പറഞ്ഞിട്ടുള്ളതാണ് അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ തന്നെ. അത്തരം പ്രശ്നങ്ങളൊക്കെ മാറ്റുന്നതിന് മോഡിക്ക് പകരം, അതായത് വാസയോഗ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അറ്റകുറ്റപ്പണികൾ മാത്രമാണ് നടന്നത്. അതിന് ഏകദേശം 3 കോടി രൂപ വേണമെന്നുള്ള ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ടുള്ള ശുപാർശ കത്ത് നൽകുകയും ചെയ്തിട്ടുണ്ട്. അതൊരു തീരുമാനം നിലവിൽ വന്നിട്ടില്ല. പക്ഷേ എന്തായാലും ഈ ഔദ്യോഗിക വസതികൾ സംബന്ധിച്ച് മന്ത്രിമാർ തമ്മിൽ ഇപ്പോഴും ആശയക്കുഴപ്പമുണ്ട്. റോസ് ഹൗസിനെ ചൊല്ലിയാണ് ആശയക്കുഴപ്പം. അത് ഈ റോസ് ഹൗസ് വേണമെന്നുള്ള ആവശ്യം 3 മന്ത്രിമാർ ഉന്നയിച്ചിട്ടുണ്ടെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. എന്തായാലും ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഈ മന്ത്രിമാർക്ക് ഏതൊക്കെ വകുപ്പുകളാണെന്നുള്ള കാര്യത്തിൽ ധാരണയാവും. അതിൻ്റെ തൊട്ട് പിന്നാലെ തന്നെ ഔദ്യോഗിക വസതികൾ ആർക്കാണ് എന്ന് അലോട്ട് ചെയ്തുകൊണ്ടുള്ള വിജ്ഞാപനം പുറത്തു വരും. അനുജ, അതാണ് 13ാം നമ്പർ കാർ. അത് UDF സർക്കാർ മുൻപും അത് ആർക്കും ഉപയോഗിച്ചിരുന്നില്ല. ഇക്കുറിയും അത് ആർക്കും വേണ്ട എന്ന തരത്തിലേക്കാണ്. കഴിഞ്ഞ തവണ പി പ്രസാദ് ഉപയോഗിച്ചിരുന്ന വാഹനമാണ്. അതിനു മുൻപ് MA ബേബിയൊക്കെ ഉപയോഗിച്ചിട്ടുള്ള വാഹനമാണ്. ഒപ്പം തന്നെ ഔദ്യോഗിക വസതിക്ക് വേണ്ടിയും പലരും അവകാശവാദം ഉന്നയിക്കുകയാണ്. ക്ലിഫ് ഹൗസിലേക്ക് വി ഡി സതീശൻ മുഖ്യമന്ത്രി താമസം മാറ്റുന്നത് ഒരാഴ്ച വൈകും. അവിടെ അറ്റകുറ്റപ്പണികൾ നടക്കുകയാണ്. ഇതൊക്കെയാണ് ജിബിൻ ജെ ബി അറിയിച്ച വിശദാംശങ്ങൾ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.